കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ സ്വീകരിക്കാൻ കയർമേഖല തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കയർവ്യവസായ രംഗത്ത് മെഷീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ വിൽപ്പനയും ഗുണനിലവാരവും ഉൽപാദനവും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അതുവഴി വരുമാനം ഉയരുമെന്നും ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ചുങ്കത്ത് പുതിയതായി ആരംഭിച്ച കയർയന്ത്ര നിർമ്മാണ കമ്പനി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് വിജയികളായി മറികടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വീകരിച്ചേ മതി. ഇപ്പൊ കയർത്തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനം കുറവായ വേതനമാണ്. മെക്കനൈസേഷൻ വന്നാൽ ഈ മെഷീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഉത്പാദനവും വർദ്ധിപ്പിക്കാം, തൊഴിലാളികളുടെ വരുമാനവും വർദ്ധിപ്പിക്കാം. അപ്പോൾ ഈ മേഖലയിൽ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി, ബെറ്റർ വേജസ്, ഈ മൂന്ന് വിധത്തിലും ഒരു നേട്ടം കയർ മേഖലയെ കൊണ്ടുവരുന്നതിന് ഈ പുതിയ സംരംഭം കൊണ്ട് സാധിക്കും. കയർ മേഖലയില് പ്രത്യേകമായ പരിഗണനയാണ് ഗവൺമെന്റ് നൽകുന്നത്. തൊഴിലാളികളുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്കീം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കയർ മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി ഈ മേഖലയ്ക്ക് ഗവൺമെന്റ് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത വ്യവസായ മേഖലയിൽ കുറഞ്ഞ വേതനം ലഭിക്കുന്നത് കയർ തൊഴിലാളികൾക്കാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കയർ തൊഴിലാളികളുടെ കൂലി വർധനവിനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും കയർ മന്ത്രിയുടെ ചടങ്ങിൽ ആവശ്യപ്പെട്ടു. കയർ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം വളരെ പിന്നിലാണെന്നും അത് കണക്കിലെടുത്ത പ്രശ്നപരിഹാരം നടത്തണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കയർ തൊഴിലാളികൾക്കായി ഭവന പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും ഉടനടി നടപടി സ്വീകരിക്കുമെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു. കയർ മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി കെ.സി. വേണുഗോപാൽ, ജില്ലാ കളക്ടർ എൻ. പത്മകുമാർ, കയർ വകുപ്പ് ഡയറക്ടർ കെ. മദനൻ, കയർ കോർപ്പറേഷൻ എം.ടി. രാജേന്ദ്ര പ്രസാദ്, കയർ ഫോർമാറ്റിംഗ് മേധാവി കെ. എം. രാജു എന്നിവരെ കൂടാതെ ഡിസിസി പ്രസിഡന്റ് എ. ശുക്കൂർ, ഡി. സുഗതൻ തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കാളികളായി. എന്നാൽ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി എത്തിച്ച സ്ഥല എംഎൽഎ ജി. സുധാകരന് വേണ്ടത്ര പരിഗണന നൽകാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. എന്നാൽ ഇടതുപക്ഷ മുന്നണിയിലെ സിപിഐ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതേസമയം കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അഹോരാത്രം എത്തിച്ച ജി. സുധാകരൻ, തോമസ് ഐസക് എന്നീ ഇടതുപക്ഷ എംഎൽഎമാരെ അവഗണിച്ചെന്നാരോപിച്ച് സിപിഎം CA2 നേതാക്കൾ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. മുദ്രാവാക്യ വിളികളുമായി എത്തിയ പ്രവർത്തകരെ കല്ലുപാലത്തിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചത് നേരിയ സംഘർഷം സൃഷ്ടിച്ചു. ഇതിനിടയിൽ ബാരിക്കേഡുകൾ തകർത്ത ചിലർ ഉദ്ഘാടന സ്ഥലത്തെത്തി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഇവരെ പോലീസ് എത്തി പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി.